ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്ര കപ്പൽ ഗതാഗതവും വാണിജ്യവും സംരക്ഷിക്കേണ്ടത് ഇന്ത്യയ്ക്കും ലോകത്തിനും അത്യാവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും ഭാവി നടപടികളും ഇറാൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിലെ പുരോഗതി സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി എല്ലാ പ്രശ്നങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മാത്രമേ പരിഹരിക്കാവൂ എന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനവും സ്ഥിരതയും കൊണ്ടുവരുന്നതിനായി ഇരു രാജ്യങ്ങളും സംയുക്ത ശ്രമങ്ങൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരു നേതാക്കളും തമ്മിൽ നടത്തുന്ന മൂന്നാമത്തെ ഫോൺ സംഭാഷണമാണിത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചിരുന്നു. ബ്രിക്സ് ഉച്ചകോടിക്ക് മോദി ക്ഷണിച്ചു എന്ന് ഇറാൻ വ്യക്തമാക്കി. സമാധാനത്തിനായി മോദി വ്യക്തിപരമായി നടത്തിയ ശ്രമത്തിന് നന്ദി അറിയിച്ചതായും ഇറാൻ വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ലെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൂചിപ്പിച്ചിരുന്നു. അടുത്ത വർഷം ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നും റൂബിയോ വ്യക്തമാക്കി. ട്രംപിന്റെ സന്ദർശനത്തെക്കുറിച്ച് വാർത്താ ഏജൻസിയുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മാർക്കോ റൂബിയോ. അടുത്തിടെ അന്തരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മരണാനന്തര ചടങ്ങുകളിലേക്ക് പ്രസിഡന്റ് പെസഷ്കിയാൻ പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ചിരുന്നു. ജൂലൈ 4 ആരംഭിക്കുന്ന മൾട്ടി ഡേ ചടങ്ങുകളിലേക്ക് പ്രധാനമന്ത്രിക്ക് പകരം പ്രത്യേക ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ അയക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഹറിറ്റ, ബീഹാർ ഗവർണർ സയ്യിദ് അത്താ ഹസ്നൈൻ എന്നിവരടങ്ങുന്ന സംഘമായിരിക്കും ചടങ്ങുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. GCC രാജ്യങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുമ്പോഴും ഇറാനുമായുള്ള സൗഹൃദം ശക്തമായി നിലനിർത്തുന്ന ഇന്ത്യയുടെ സമതുലിതമായ നയതന്ത്ര നിലപാടാണ് ഈ ചർച്ചയിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത്. അതേസമയം വാരാന്ത്യത്തെ പ്രക്ഷുബ്ധമാക്കിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ യുഎസും ഇറാനും അവസാനിപ്പിച്ചെങ്കിലും അന്തിമ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം നീങ്ങില്ല. ചർച്ച ചൊവ്വാഴ്ച ഖത്തറിൽ നടക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നാലെ ഇറാൻ യുഎസ് ഉന്നതതല ചർച്ചയ്ക്ക് ദോഹ വേദിയാകില്ലെന്ന് മധ്യസ്ഥ രാജ്യമായി ഖത്തർ അറിയിച്ചു. ഇരു രാജ്യവും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ചർച്ചയും ഖത്തറിൽ നിശ്ചയിച്ചിട്ടില്ലെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് അറിയിച്ചു. എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ട്രംപിന്റെ പശ്ചിമേഷ്യൻ കാര്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകനും ഉപദേഷ്ടാവുമായ ജാരദ് കുഷ്ണറും ഖത്തറിലെത്തിയിരുന്നു. ഇരുവരും ഖത്തർ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങും എന്നും വാർത്തകൾ വന്നിരുന്നു. ലബനൻ വിഷയം ഉൾപ്പെടെ സമാധാന കരാറിലെ തടസ്സങ്ങൾ ചർച്ച ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അംഗീകാരമില്ലാത്ത പാതകളിലൂടെ കപ്പൽ നീക്കം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞയാഴ്ച വീണ്ടും സംഘർഷം തുടങ്ങാൻ കാരണമായത്. ഇറാന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ബദൽ പാതയിലൂടെ പോയ 2 കപ്പലുകൾ ഒമാൻ തീരത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു. പിന്നാലെ ഇറാന് നേരെ യുഎസ് ആക്രമണം പുനരാരംഭിക്കുകയും തിരിച്ചടിയായി ഗൾഫ് രാഷ്ട്രങ്ങളിലെ യുഎസ് താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടുകയും ചെയ്തു. ഇരു കൂട്ടരും ഞായറാഴ്ചയാണ് ഏറ്റുമുട്ടൽ നിർത്തിയത്. പിന്നാലെ ചർച്ച തുടരുമെന്ന് അമേരിക്കയും പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാനും അറിയിച്ചെങ്കിലും ചർച്ച ഉടനുണ്ടാവില്ലെന്ന് ഇറാൻ നിലപാടെടുത്തു. 60 ദിവസത്തെ വെടിനിർത്തൽ ഇടവേളയ്ക്കിടെ ഇരു രാജ്യവും അന്തിമ കരാറിലെത്തണമെന്നാണ് ജൂൺ 17 നിലവിൽ വന്ന ഇടക്കാല കരാർ നിഷ്കർഷിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള തർക്ക വിഷയങ്ങളിൽ അന്തിമ തീർപ്പുണ്ടാക്കാനുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്. എണ്ണവില ഉടൻ കുറച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയിലെ ഇന്ധന പമ്പുടമകൾക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അസംസ്കൃത എണ്ണവില കുറഞ്ഞിട്ടും പമ്പുകളിൽ വില അന്യായമായി ഉയർന്നതിനാലാണെന്ന് ട്രംപ് പറഞ്ഞു. ഫെബ്രുവരി 28 പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതോടെ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചതാണ് ആഗോളതലത്തിൽ എണ്ണവില കുത്തനെ ഉയരാൻ കാരണം. ഇടക്കാല കരാർ പ്രാബല്യത്തിലായതോടെ ആഗോള അസംസ്കൃത എണ്ണവില കുറഞ്ഞിരുന്നു. അതിനിടെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായി തിങ്കളാഴ്ച ശ്രീലങ്ക പെട്രോൾ ഡീസൽ വില കുറച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.